യെസ്, ഹലോ ചോ, ഹായ്, നമസ്തേ, ക്യാ ഹാൽ ചാൽ. മാതൃഭൂമി എന്ന് പറയുന്ന +2 ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ എൻ്റർ ആയിട്ടുള്ളത്. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ബാദ്ഷാ സഫർ, മുഗൾ സാമ്രാജ്യം നമ്മൾ കേട്ടതാണല്ലേ. ഈ ഒരു മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ ചക്രവർത്തി ആയിട്ടുള്ള ബഹദൂർ ഷാ സഫർ എഴുതിയിട്ടുള്ള ബേട്ടി കെ നാം എക് ജവാബി പത്രാണ്. ഓക്കെ, സോ മകൾക്ക് എഴുതിയിട്ടുള്ള ഒരു റിപ്ലൈ ലെറ്റർ ആണ്, ജവാബി പത്രാണ്. പക്ഷേ ഈ ഒരു ജവാബി പത്രം എന്ന് പറയുന്നത് ആസുനാമി ആയിരുന്നില്ലേ, കണ്ണീരിൽ ഒതുങ്ങുന്നതായിരുന്നില്ലേ. എന്തുകൊണ്ടാണ് ഈ ഒരു പത്ര കണ്ണീരിൽ ഒതുങ്ങുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഈ ഒരു പാഠഭാഗത്തെ സൂപ്പറായിട്ട് മനസ്സിലാക്കാം. സോ ബേട്ടി കെ നാം എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഓണം എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലെറ്റർ ആയിക്കോട്ടെ, ഡയറി ആയിക്കോട്ടെ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു പാഠഭാഗം തന്നെയാണ് നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ബേട്ടി കെ നാം, മകളുടെ പേരിൽ എന്നാണ് ഈ ഒരു പാഠഭാഗം പേര് തന്നെ. ഓക്കെ, സോ മകളുടെ പേരിൽ ഒരു ജവാബി പത്ത്, റിപ്ലൈ ലെറ്റർ ആണ്. എന്താണ് സന്ദർഭം, എന്താണ് കോണ്ടെക്സ്റ്റ്? ഏകദേശം 1757 പ്ലാസി ഉള്ളത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. സോ ഈ ഒരു സമയത്താണ് ബ്രിട്ടീഷുകാർ നമ്മുടെ ഈ ഒരു ഡൽഹി മൊത്തമായിട്ട് കീഴടക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഡൽഹിയിലാണ് ഇവർ വസിക്കുന്നുണ്ടായിരുന്നത്. സോ ഡൽഹിയിലെ ഈ ഒരു മുഗൾ സാമ്രാജ്യത്തിലെ എല്ലാവരും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ മൊത്തം എല്ലാം കീഴടക്കിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ ഒരു രാജവംശം തന്നെ എന്താണ്, കംപ്ലീറ്റ്ലി ഡിവാസ്റ്റഡ് ആയിട്ടുണ്ട്. രാജാവായിട്ടുള്ള ബഹദൂർ ഷാ സഫറിനെ രംഗൂണിലെ ജയിലിൽ കൊണ്ടുപോയി അങ്ങ് എന്താക്കി, കാലാപാനിയാക്കി. അതായത് അയാൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, അയാൾ അവിടെ പെട്ടു. രാജാവ് എന്ന് പറയുന്ന അയാൾക്ക് എന്താണ്, ജനങ്ങളെ കുറിച്ചൊക്കെ ഓർമ്മയുണ്ട്. ഓക്കെ, ഡൽഹിയിലെ ജനങ്ങൾ എന്നെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നുണ്ടാവുന്നില്ലേ, ഞാൻ അവരെ കുറിച്ച് ആലോചിച്ചു വിഷമിക്കുന്നുണ്ട്. പക്ഷെ രാജാവിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഒരു ജീത്തെ ജി എ ഖബർ മേ ഹേ, ജീവിച്ചൊരു ഉണ്ടെങ്കിലും പോലും എന്താണ്, ജീവൻ ഉണ്ടെങ്കിൽ പോലും എന്താണ്, ഒരു ഖബറിലാണ്. ഓക്കെ, ഒരു ഖബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമുക്കറിയാം ശരീരമൊക്കെ എന്താണ് മൂടുന്ന ആ ഒരു ഖബറില്ലേ, ആ ഒരു ഖബറിലാണ് ഞാൻ ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് മകൾ ഡൽഹിയിൽ ഈ വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ എഴുതിയിട്ട് അച്ഛനൊരു കത്ത് അയക്കുന്നത്. അച്ഛൻ തിരിച്ചെന്ത് ചെയ്യുന്നു, ഒരു കത്ത് ആർക്ക്, മകൾക്ക് അയക്കുന്നതാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. അത്രയും മോശാവസ്ഥയാണ്. ബ്രിട്ടീഷുകാർ മൊത്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡൽഹിയെ നാമാവിശിഷ്ടമാക്കിയിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് ഡിവാസ്റ്റേഷൻ ആണ് അവിടെ നടന്നിട്ടുള്ളത്. ഒരു ഡിസ്ട്രക്ഷൻ ആണ്, മാസ് ഡിസ്ട്രക്ഷൻ ആണ്. വീടുകളൊക്കെ ബ്രിട്ടീഷുകാർ പൊളിച്ചു, ജനങ്ങളെയൊക്കെ തൂക്കിലേറ്റി, ഒരുപാട് പേര് മായി അച്ഛൻ നഷ്ടപ്പെട്ടു, പാരൻസ് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു. എല്ലാവരും എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഒരു കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ആണ് അവിടെ നടന്നിട്ടുള്ളത് ഡൽഹിയിൽ. നമ്മുടെ രാജാവ് എവിടെയാണ്, ബാദ്ഷാ സഫർ ചക്രവർത്തി എവിടെയാണ്, രംഗൂണിലെ ജയിലിലുമാണ്. സോ ഒരു ലെറ്റർ എന്താണ് മകൾ അദ്ദേഹത്തിന് അയച്ചിട്ടുണ്ട്. ഇത് ഈ കാര്യങ്ങളൊക്കെ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ചു ഒരു ലെറ്റർ അയക്കുന്നതാണ് നമ്മുടെ പാഠഭാഗം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗമാണ്. നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഡയറിയും ലെറ്ററൊക്കെ സൂപ്പറായിട്ട് എഴുതാൻ സാധിക്കും. സോ ഇതുവരെ ഈ ഒരു വീഡിയോ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്ക്. ആക്കി ജോ ദോസ്തേക്ക് സാഥ് ഭി ഷെയർ കറോ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് അയച്ചു കൊടുത്തോളൂ. സെറ്റ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഈ കത്ത് എന്ന് പറയുന്നത് അവസാനത്തെ മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ബഹദൂർ ഷാ സഫർ എന്ത് ചെയ്യുന്നു, രംഗൂണിലെ ജയിലിൽ നിന്നുകൊണ്ട് തൻ്റെ മകൾക്ക് എഴുതിയതാണ്. ഓക്കെ, സോ ബഹദൂർ ഷാ സഫർ രംഗൂണിലെ ജയിലിൽ ഇരുന്നുകൊണ്ട് തൻ്റെ മകൾക്ക് എഴുതി അയച്ച ആ ഒരു കത്താണ് നമുക്കിവിടെ ഉള്ളത്. മകളുടെ കത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് കണ്ണീർ നിറഞ്ഞതായിരുന്നു. ഓക്കെ, കണ്ണീരിൽ ഒതുങ്ങുന്നതായിരുന്നു. കാരണം ആ ഒരു ക്യാ ഹേ ഇസ്കാ ജോ ഹിന്ദി മേ ബോൾത്താ ഹൂം ആപ്കോ സമജ് മേ ആനെ കെ ലിയെ തോ ക്യാ ഹേ ഹം ഹിന്ദി ലഗാത്തെ ഹേ. മലയാളം നിങ്ങൾക്ക് എന്തായാലും ആവശ്യം ഉണ്ടാകത്തില്ല. കാരണം ഹിന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, മലയാളം എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇത് നോക്കിക്കോളൂ. ഈ പത്രം എന്ന് പറയുന്നത്, ഈ ഒരു പത്രം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മലയാളം ഞാൻ എന്തായാലും അയച്ചിരുന്നതാണ്. ജിമൻ സർ എജുപോർട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ അവിടെ ഉണ്ടാവും. +2 നോട്ട്സ് ഒക്കെ ലഭിക്കാനുള്ള രീതിയിൽ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് നേടിയെടുക്കാം. മലയാളം, ഹിന്ദി ഒക്കെ എവറിത്തിങ് ഈസ് ഫ്രീ ഫോർ യു വെച്ചോ, നോ വറീസ്. സോ എന്താണ് ഈ പത്രം എന്ന് പറയുന്നത്, നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഈ പത്ര അന്തിം മുഗൾ സാമ്രാട്ട്, അവസാനത്തെ മുഗൾ സാമ്രാട്ടായിട്ടുള്ള ബഹദൂർ ഷാ സഫർ എന്ത് ചെയ്യുന്നു, രംഗൂൺ ജയിൽ സെ അപ്നി ബേട്ടി കോ ലിഖാ ഹേ. രംഗൂണിലെ ജയിലിൽ നിന്ന് തന്റെ മകൾക്ക് എഴുതിയിട്ടുള്ള ആ ഒരു ലെറ്റർ ആണിത്. ഓക്കെ, അവസാനത്തെ മുഗൾ സാമ്രാട്ടാണ് ബഹദൂർ ഷാ സഫാണ്. തന്റെ മകൾക്ക് രംഗൂണിലെ ജയിലിൽ നിന്ന് എഴുതിയിട്ടുള്ള ഒരു കത്താണ്. എന്താണ് വേ കഹത്തെ ഹേ, അദ്ദേഹം പറയാണ് എന്ത്, കി ബേട്ടി കാ പത്ര ആസോ സെ ഭരാത്ത. മകൾ എഴുതിയിട്ടുള്ള കത്ത്, മകൾ അയച്ചിട്ടുള്ള ആ ഒരു കത്ത് കണ്ണീർ നിറഞ്ഞതാണ്, കണ്ണീരിൽ ഒതുങ്ങുന്നതായിരുന്നു എന്നാണ് പറയുന്നത്. ജിസേ സുൻകർ, അത് വായിച്ചപ്പോൾ, ആ ഒരു കത്ത് വായിച്ചു കേട്ടപ്പോൾ, കാരണം മകനാണ്, ബഹദൂർ ഷാ സഫറിന്റെ മകൻ കൂടെ തന്റെ ജയിലിലുണ്ട്. മകനാണ് കത്ത് വായിച്ചു കൊടുക്കുന്നതും കത്തൊക്കെ എഴുതുന്നതും. ഓക്കെ, അദ്ദേഹം പറയുമ്പോൾ മകനാണ് ആ കത്ത് എഴുതുക. ഓക്കെ, ജിസേ സുൻകർ, ഇത് വായിച്ചപ്പോൾ ഉൻക ദിൽ ബറായ, അദ്ദേഹത്തിന്റെ ആ ഒരു ഹൃദയം തന്നെ നിറഞ്ഞു, വിങ്ങി പൊട്ടലാണ്. ഓക്കെ, വേ ദില്ലി മേ ഹുയി തബാഹി. തബാഹി എന്ന് പറയുന്നത് ആ ഒരു ഡിസ്ട്രക്ഷൻ ആണ്, നാശനഷ്ടമാണ്. അദ്ദേഹം എന്ത് ചെയ്യാണ്, ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു നാശനഷ്ടത്തെ അദ്ദേഹം യാദ് കർത്തേ, അദ്ദേഹം അതിനെ ഓർമ്മിക്കുവാണ്, അല്ലെങ്കിൽ അദ്ദേഹം അതിനെ ഓർക്കുവാണ് ചെയ്യുന്നത്. ജഹാൽ ഘർ ലൂട്ട് ലിയേ കൊള്ളയടിച്ചു. അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, അദ്ദേഹം ഡൽഹിയിലെ ജനങ്ങളെ ഒന്ന് ഓർക്കുവാണ് ചെയ്യുന്നത്. ഘർ ലൂട്ട് ലിയേ ഗയേ, വീടുകളൊക്കെ കൊള്ളയടിച്ചിട്ടുണ്ട്. അവർ ലോഗോക്കോ ഫാസി ദേ ദി ഗയി, ഫാസി ദേ ദിന,
തൂക്കിലേറ്റുക, ജനങ്ങളെയൊക്കെ തൂക്കിലേറ്റിട്ടുണ്ട്. ഫാസി ദേ ദി ഗയി ഹൈ ഉന്നെ ദില്ലി കെ ഉൻ ലോഗോं की बहुत याद आती है. ആർക്ക്? നമ്മുടെ രാജാവായിട്ടുള്ള ബഹദൂർ ഷാ സഫറിന് ദില്ലിയിലെ ജനങ്ങളെ ഓർമ്മ വരുന്നു. ജോ ബിനാ ആയി മോത്ത് മർ ഗയേ, ബിനാ ആയി മോത്ത് മർ ഗയേ, വിളിക്കാതെ വരുത്തിയ ആ മരണത്തിൽ മരിച്ച എല്ലാവരും ആര്? നമ്മുടെ ബഹദൂർ ഷാ സഫർ ഓർക്കുവാണ് ചെയ്യുന്നത്. വേ രംഗൂൺ മേ അപ്നി ദയനീയ ഹാലത് കോ ബതാത്തെ ഹൈ, രംഗൂണിൽ ഇപ്പോൾ ബഹദൂർ ഷാ സഫർ അനുഭവിക്കുന്ന ആ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയെ മകളോട് വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ജഹാവേ പുരാനെ ലക്കടിക്ക് മക്കാൻമേ കേത് ഹേ, ഒരു പഴയ ഒരു ചെറിയ കള്ളിക്കമ്പുകളൊക്കെ ഉണ്ടാക്കിയ ഒരു മക്കാനിലാണ്, ഒരു കെട്ടിടത്തിലാണ് അദ്ദേഹം തടവറയിലായിട്ടുള്ളത്. വെള്ളമൊക്കെ വീണാൽ എന്താണ്? അവരുടെ മേത്തേക്കാവും മഴ പെയ്താൽ. ഓക്കെ, ഉന്നെ ഇസ് ബാത് കാ ഭി ശക് ഹൈ കി യഹ് പത്ര ഉൻകി ബേട്ടി തക് പഹുഞ്ചേഗാ ഭി നഹി, ഈ ഒരു കത്ത് അദ്ദേഹത്തിന്റെ മകളുടെ അടുത്ത് എത്തുമോ എന്ന് പോലും അദ്ദേഹത്തിന് ഡൗട്ട് ഉണ്ട്. കാരണം എന്താണ്? ഒരുപാട് ആൾക്കാർ ഇതുപോലെ കൂടെ നിന്നവർ ചതിച്ചിട്ടുണ്ട് അല്ലെ. സോ സാത്ത് ദേനെ വാലെ ലോഗ് ഭി ക്യാ കിയാ താ, ആഖിർ ക്യാ ഹൈ ഏക് ഖദ്ദാരി തര ബൻ ഗയേ തേ, ട്രൈറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് അദ്ദേഹത്തിന് ഡൗട്ട് ഉണ്ട് ഈ ഒരു ലെറ്റർ മകളുടെ അടുത്ത് എത്തുമെന്ന്. ഇതിന്റെ കൂടെ അദ്ദേഹം ഈ ഒരു വൈബിനെ ഒന്ന് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. തന്റെ ആ ഒരു മകളുടെ കല്യാണത്തിന്റെ സമയത്തുണ്ടായ ഒരു പാട്ട് കച്ചേരിയെ കുറിച്ച് അദ്ദേഹം ഓർക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു മൂഡ് മാറാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ഒരു പാഠഭാഗം വായിച്ചതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. അവസാനം എന്താണ്? അന്ത്മേ വേ ദുഃഖ് സേ കഹത്തെ ഹൈ കി ജീത്തെ ജി ഏക് ബീഗി ഹുയി ഖബർ മേ ദഫൻ ഹൈ. ഞാൻ എന്താണ് അവസാനം അദ്ദേഹത്തിന്റെ കത്തിൽ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. എന്ത്? ഈ ഒരു ദുഃഖത്തോടുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചു ഉണ്ട്. എന്താണ്? ജീത്തെ ജി ഏക് ഖബർ മേ ബന്ദ് ഹൈ, അല്ലെങ്കിൽ ഖബർ മേ ദഫൻ ഹൈ, ദഫൻ ഹൈ. ഒരു എന്താണ് നമുക്കറിയാം, അവസാന നിമിഷം നമ്മൾ എവിടെയാണ് ദഫനാവുന്നത്? എവിടെയാണ്? ആ ഒരു ശവപ്പെട്ടി എന്നൊക്കെ പറയുന്നില്ലേ, അതിലേക്കാണ് അദ്ദേഹം പറയുന്നതാണ്. ഞാൻ ജീവിച്ചിരിപ്പുകൊണ്ട് തന്നെ എന്താണ് ഒരു ശവപ്പെട്ടിയിൽ ബന്ധിതനാണ് എന്ന രീതിയിൽ, ശവപ്പെട്ടിയിൽ അടച്ച് എന്നെ മണ്ണിലിട്ട പോലെയാണ്. കാരണം എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ജനങ്ങൾക്ക് വേണ്ടിയോ രാജ്യത്തിന് വേണ്ടിയോ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു ശക്തിയും ഇല്ലാത്ത ഒരു രാജാവായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. സോ മകൾക്ക് അയക്കുന്ന ലെറ്ററാണ്. വളരെ ദയനീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അവസ്ഥയൊക്കെ പറയുന്നു. അദ്ദേഹം ജനങ്ങളെ ഓർക്കുന്നു എന്ന് പറയുന്ന ബേട്ടി കെ നാം എന്ന് പറയുന്ന ഈ ഒരു ജവാബി പത്രം നിങ്ങൾ പഠിച്ചില്ലേ? വളരെ സിമ്പിൾ അല്ലേ കോൺസെപ്റ്റ്? സെറ്റ്. ഇതിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മകളുടെ ആ ഒരു അവസ്ഥ വർണ്ണിച്ചിട്ടുള്ള കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ഈ ലെറ്റർ എഴുതിയിട്ടുണ്ട്, പക്ഷെ അച്ഛനെ ഡൗട്ട് ഉണ്ട്. ഇതെന്താണ്? ഇത് ഒരുപാട് ട്രേറ്റേഴ്സ് ഒക്കെ ആയ കഥ അദ്ദേഹത്തിന് അറിയാം. ഈ ലെറ്റർ എത്തുമോ എന്നുള്ളത് ഡൗട്ട് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് അറിയാം, അങ്ങനെ രാജ്യത്തിന്റെ ഹൈലി കോൺസ്പിറസി ആയിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡർനേക്ക് കോയി ജറൂറത്ത് എന്ന് അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? അച്ഛൻ മകൾക്ക് അയക്കുന്ന ഒരു കത്താണ് അല്ലെ. ഇത് പ്യുവർലി ഒരു അച്ഛൻ തന്റെ ഇമോഷൻസ് മകളോട് പറയുന്ന ഒരു പ്യുവർ കത്താണ്. അതാണ് ഇതിന്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബാദ്ഷാ അന്നത്തെ ദിവസം എഴുതാൻ സാധ്യതയുള്ള ആ ഒരു ഡയറി എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ബാദ്ഷാ ഈ ഒരു എക്സ്പീരിയൻസ് ഒരു ഡയറി ആക്കി എഴുതുമ്പോൾ എങ്ങനെയാണ് എന്നും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. സെറ്റ് അല്ലേ? സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു പാഠഭാഗത്തിൽ ഞാൻ നിങ്ങളോട് പഠിക്കാൻ വേണ്ടി പറയാം. ബേട്ടി കെ നാം എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്തെ സെറ്റ് ആക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെ. സോ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ ചാപ്റ്റേഴ്സിനെയും ഓക്കെ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ. നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഇതുപോലെ സെറ്റ് ആക്കാം. ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ. വേർഡ്സ് ഒക്കെ മിസ്സാവരുത്. കാരണം എക്സാം ഹാളിൽ പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഹിന്ദി എഴുതാൻ പോയി കഴിഞ്ഞാൽ പെടും. അതുകൊണ്ട് ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൊക്കാബ്സ് പുതുതായിട്ട് പഠിക്കുമ്പോൾ അതൊക്കെ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി. ഓക്കെ, ഇറ്റ് വിൽ ബി എ സ്മാർട്ട് വൺ. ഓക്കെ, ഇറ്റ് വിൽ ബി എ റിയലി സ്മാർട്ട് മൂവ്. കാരണം ഒരുപാട് ആൾക്കാർ എക്സാം ഹാളിൽ പോയിട്ട് ഹിന്ദി എഴുതുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ബട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവരുത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. ഞാൻ ഓൾറെഡി നേരത്തെ എൻ്റെ ഒരു ജിമൻ സാർ ജൂപ്പോട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. സെറ്റാണ്. സോ ടീക്ക് വെച്ചോ. ബോത് ബോത് ധന്യവാദ്. ദാറ്റ്സ് എ തിങ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇനി ഉഷാറാക്കാം. വരാൻ പോകുന്ന ഓണം എക്സാം വിൽ ബി വെരി ഈസി. സോ പാഠഭാഗത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഈ ഒരു പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാവും. तो जोश बच्चों, कमेंट बॉक्स में आपकी जो ओपिनियंस बता सकता है. तो ठीक है बच्चों, धन्यवाद. थैंक यू. जय हिंद.